ഒരിടത്തൊരു രാജാവ് ജീവിച്ചിരുന്നു. രാജാവിന് 11 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. മകളുടെ പേര് എലൈസ. എല്ലാ കുട്ടികളും അതിമിടുക്കരും ചുറുചുറുക്കുള്ളവരുമായിരുന്നു. കൊട്ടാരത്തിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഏതുവരെയെന്നാൽ ദീർഘകാലം ഭാര്യയുടെ മരണത്തിൽ ദുഃഖിതനായി ജീവിച്ച രാജാവ് 2ാം വിവാഹത്തിന് തീരുമാനമെടുക്കുന്നതുവരെ. വിവാഹച്ചടങ്ങ് നിശ്ചയിച്ചുറപ്പിച്ചതു പ്രകാരം നടന്നു. കുട്ടികളെല്ലാവരും തങ്ങളുടെ പുതിയ അമ്മയെ കാത്തുനിന്നു. നല്ലൊരമ്മയായിരിക്കും അതെന്ന് അവർ കരുതി. പക്ഷെ അതെല്ലാം വെറുതെയായിരുന്നു. പുതിയ രാജ്ഞി ഒരു ദുഷിച്ച സ്ത്രീയായിരുന്നു. അവർ കുട്ടികളെ പരിചരിച്ചതേയില്ല. അവർ വന്നതു മുതൽ കുട്ടികളുടെ സന്തോഷമെല്ലാം പോയി മറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം എല്ലാറ്റിനെയും. അവരുദ്ദേശിച്ച പോലെ എലൈസയെ ഒരു കർഷകനും ഭാര്യയ്ക്കുമൊപ്പം അങ്ങ് ദൂരെയുള്ള ഏതോ സ്ഥലത്തേക്ക് പറഞ്ഞുവിട്ടു. അവർ പറഞ്ഞ കല്ലുവെച്ച നുണകൾ വിശ്വസിച്ച് രാജാവ് കുട്ടികളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പിച്ചു. ഈ അവസരം മുതലാക്കാൻ ഒരു മായാവിദ്യ പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം അരയന്ന പക്ഷികളായി ജീവിക്കുക. പറന്നു പോ. മിടിക്കുന്ന ഹൃദയത്തോടെ കുട്ടികൾ അവരുടെ ചെയ്തികൾ നോക്കി നിന്നു. നൊടിയിടയിൽ അവരെല്ലാവരും അരയന്നങ്ങളായി മാറി. ആ 11 പേരും കൊട്ടാരത്തിന് പുറത്തേക്ക് പറന്നുപോയി. എലൈസയാവട്ടെ ഒരു കാടിന് നടുവിൽ താമസിക്കുകയായിരുന്നു. സഹോദരങ്ങളെ നഷ്ടപ്പെട്ട വേദനയിൽ അവൾക്ക് സന്തോഷിക്കാനേ കഴിഞ്ഞില്ല. അവൾക്ക് 15 വയസ്സ് തികഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ വന്ന് രാജാവിനെ മുഖം കാണിക്കാൻ അനുവാദം കിട്ടി. രാജ്ഞിയാവട്ടെ എലൈസയും രാജാവും കണ്ടുമുട്ടുന്നതിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല. സുന്ദരിയായ എലൈസയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് അസൂയ മൂത്തു. അവൾക്ക് എന്നേക്കാൾ അഴകുണ്ടാകാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. പക്ഷേ വളരെ നല്ല സ്ത്രീയായി അവർ അഭിനയിച്ചു. വരൂ എലൈസ, കൊട്ടാരത്തിലേക്ക് നിനക്ക് സ്വാഗതം. നമുക്കാദ്യം എന്റെ മുറിയിലേക്ക് പോകാം. ഞാൻ നിനക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ഇതാ ഈ ലേപനം ഞാൻ നിന്റെ മുഖത്ത് പുരട്ടട്ടെ. അപ്പോൾ നിനക്ക് പിശാചിന്റെ കണ്ണ് തട്ടില്ല. ആ ലേപനം പുരട്ടൽ എലൈസയെ വിരൂപയാക്കാനുള്ള രാജ്ഞിയുടെ തന്ത്രമായിരുന്നു. അതിനാൽ രാജാവ് എലൈസയെ കണ്ടപ്പോൾ തന്നെ രോഷാകുലനായി. ഹേയ്, ഈ വിരൂപയായ പെൺകുട്ടിക്ക് ഒരിക്കലും എന്റെ മകളാകാൻ കഴിയില്ല. ഇവളെ പറഞ്ഞുവിടൂ. എനിക്കിവളെ വേണ്ട. എലൈസയെ കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞുവിട്ടു. എന്റെ സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എലൈസ തന്റെ സഹോദരങ്ങളെ തേടിയുള്ള യാത്ര ആരംഭിച്ചു. ഒരു കാട്ടിലേക്ക് നടന്ന അവൾ ഒരു കുഞ്ഞു തടാകക്കരയിൽ എത്തിച്ചേർന്നു. ആ തടാകത്തിൽ അവൾ മുഖം കഴുകി. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എലൈസ വീണ്ടും സുന്ദരിയായി മാറി. അതൊരു കൊടും വനമായിരുന്നു. സൂര്യകിരണങ്ങൾ അതിശക്തമായി അവിടെ വന്ന് പതിക്കുന്നു. ഉയരം കൂടിയ വൻമരങ്ങൾ ധാരാളമുണ്ട്. നേരം ഇരുട്ടിത്തുടങ്ങി. നടന്നു നടന്നവൾ ഉൾവനത്തിൽ എവിടെയോ എത്തിച്ചേർന്നു. അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല. അവൾ നടത്തം തുടർന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആരുടെയോ കാൽപെരുമാറ്റം അവൾ കേട്ടു. എലൈസ ഭയന്നുപോയി. അവൾ ഉടനെ ഒളിക്കാനൊരിടം പരതി. പക്ഷെ ഒളിക്കുന്നതിന് മുമ്പ് അവൾ ഒരു വൃദ്ധയെ കണ്ടുമുട്ടി. ഞാൻ നിന്നെ ഭയപ്പെടുത്തിയോ മോളെ? അത് ചെറുതായി. ഞാൻ ഇവിടെ വന്നത് കുറച്ചു കുരുവില്ല പഴം ശേഖരിക്കാനാ. നിനക്കത് ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ ഇവിടെ എന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ദാ ഇതെടുത്തോളൂ. അല്ല, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ എന്റെ 11 സഹോദരങ്ങളെ തിരയാണ്. നിങ്ങൾ അവരെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ തലയിൽ കിരീടം വെച്ച കുറച്ച് അരയന്നങ്ങളെ ഞാൻ കണ്ടിരുന്നു. അവർ തടാകത്തിൽ നീന്തുകയായിരുന്നു. അവിടെ ചെന്നാൽ കാണാൻ കഴിഞ്ഞേക്കും. ആ വൃദ്ധയോട് നന്ദി പറഞ്ഞ് എലൈസ തടാകക്കരയിലൂടെ നടക്കാൻ തുടങ്ങി. കുറെ മണിക്കൂറുകൾ നടന്ന ശേഷം അവൾ തടാകം കടലിൽ ചേരുന്ന അഴിമുഖത്തെത്തിച്ചേർന്നു. ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ എങ്ങനെ എന്റെ സഹോദരങ്ങളെ കണ്ടെത്തും? 11 വെളുത്ത അരയന്നങ്ങളുടെ തൂവലുകൾ കടൽ തീരത്ത് വീണ് കിടക്കുന്നത് അവൾ കണ്ടു. ഇത് 11 ഉണ്ടല്ലോ. ചിലപ്പോ ഞാൻ അവരെ കണ്ടെത്തിയേക്കാം. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് ഭംഗിയേറിയ 11 അരയന്നങ്ങൾ പറന്നുവരുന്നത് അവൾ കണ്ടുനിന്നു. അവ കടൽ തീരത്ത് വന്നണഞ്ഞു. സൂര്യൻ പൂർണ്ണമായും കടലിൽ മറഞ്ഞ നേരം അരയന്നങ്ങളെല്ലാം മനുഷ്യരൂപം പൂണ്ടു. അനുജന്മാർ, ഓ, അവസാനം ഞാൻ നിങ്ങളെ കണ്ടെത്തി. ഞാൻ എലൈസയാണ്. എലൈസയെ കണ്ടപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി. രാജ്ഞിയമ്മ ഒരു മായാവിദ്യയിലൂടെ ഞങ്ങളെയെല്ലാം അരയന്നങ്ങളാക്കി മാറ്റി. പകൽ സമയങ്ങളിൽ ഞങ്ങൾ പക്ഷികളായി ജീവിക്കും. പക്ഷെ സൂര്യൻ അസ്തമിച്ചാൽ ഞങ്ങൾ മനുഷ്യരായി മാറും. വർഷത്തിലൊരിക്കൽ ഞങ്ങൾക്ക് കൊട്ടാരം സന്ദർശിക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നാളെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. എലൈസ വരുന്നുണ്ടോ?
തീർച്ചയായും വരുന്നുണ്ട്. ഈ കുരുക്കിൽ നിന്ന് എനിക്ക് നിങ്ങളെ രക്ഷിക്കണം. അടുത്ത പ്രഭാതത്തിൽ കുമാരന്മാർ തിരിച്ച് അരയന്നങ്ങളായി മാറി. അവർ എലൈസയോട് ഒരു പരവതാനിയിൽ ഇരിക്കാൻ പറഞ്ഞു. അരയന്നങ്ങൾ അതിന്റെ ചരടിൽ കൊത്തിവലിച്ച് പറക്കാൻ തുടങ്ങി. ആ യാത്ര എലൈസ ശരിക്കും ആസ്വദിച്ചു. അവൾക്ക് കീഴെ കൂടി മേഘങ്ങൾ കടന്നുപോയി. അവൾ കുന്നും കാടും കണ്ടു. പട്ടണങ്ങളും ഗ്രാമങ്ങളും കൊട്ടാരങ്ങളും അവൾക്ക് താഴെ കടന്നുപോയി. ആ ദിവസത്തിനൊടുവിൽ അവർ ഒരു ഗുഹയ്ക്ക് സമീപം യാത്ര അവസാനിപ്പിച്ചു. അന്ന് രാത്രി ഗുഹയിൽ തങ്ങാൻ തീരുമാനിച്ചു. രാത്രി എലൈസ ഉറങ്ങിക്കിടക്കുമ്പോൾ സുന്ദരിയായ ഒരു മാലാഖ സ്വപ്നത്തിൽ അവൾക്കരികിലെത്തി. മാലാഖയുടെ മുഖം കണ്ടപ്പോൾ മുമ്പ് കാട്ടിൽ വെച്ച് കണ്ട വൃദ്ധയുടെ മുഖം ഓർമ്മ വന്നു. ഹായ് എലൈസ, നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യം എനിക്കറിയാം. അതെ, എനിക്ക് എന്റെ സഹോദരങ്ങളെ രക്ഷിക്കണം. പക്ഷെ അത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അതിന് സാധിക്കണമെങ്കിൽ നിന്റെ ധീരതയും ക്ഷമയും നീ ഉപയോഗപ്പെടുത്തണം. നിനക്കതിന് കഴിയുമെങ്കിൽ പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? മുള്ളുകൊണ്ട പോലെ നിനക്ക് വേദനിക്കും. ഞാൻ എന്തു സഹിക്കും? എനിക്ക് പരിഹാരം പറഞ്ഞു തരൂ. വിശിഷ്ടമായൊരു മുൾച്ചെടി ഗുഹയ്ക്കടുത്തുള്ള ശ്മശാനത്തിൽ വളരുന്നുണ്ട്. നീ അത് പറിക്കണം. എന്നിട്ട് ചതച്ചരയ്ക്കണം. അതുപയോഗിച്ച് 11 കോട്ടുകൾ നെയ്യണം. ആ കോട്ടുകൾ അരയന്നങ്ങൾ ധരിച്ചാൽ ശാപങ്ങളെല്ലാം വിട്ടൊഴിയും. പക്ഷെ ഏറ്റവും പ്രധാനം, നീ ഒരു വാക്കുപോലും മിണ്ടാൻ പാടില്ല. നീ ആ പ്രവൃത്തി തുടങ്ങുന്നത് മുതൽ അവസാനിക്കും വരെ. മിണ്ടിയാൽ നിന്റെ സഹോദരങ്ങൾ മരിച്ചു പോകും. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. ഇതും പറഞ്ഞ് എലൈസ ഞെട്ടിയുണർന്നു. പക്ഷെ അവൾക്ക് മനസ്സിലായി അതൊരു സ്വപ്നമായിരുന്നെന്ന്. അവൾ സഹോദരങ്ങളെ നോക്കി. പക്ഷെ അവർ പോയി കഴിഞ്ഞിരുന്നു. എന്റെ ജോലി തുടങ്ങാൻ ഇതാണ് നല്ല സമയം. അവൾ പുറത്തു വന്ന് മുൾച്ചെടികൾ പറിക്കാൻ ആരംഭിച്ചു. അതിന്റെ മുള്ളുകൊണ്ട് അവൾക്ക് വേദനിച്ചു. പക്ഷേ എലൈസ നിർത്തിയില്ല. അവൾ അത് തുടർന്നുകൊണ്ടേയിരുന്നു. കുറേയേറെ മുൾച്ചെടികൾ ശേഖരിച്ച് ഗുഹയ്ക്കകത്തെത്തിയ അവൾ അതൊക്കെ ചതച്ചരയ്ക്കാൻ തുടങ്ങി. ഒരു എലി എലൈസ ചെയ്യുന്നതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ താല്പര്യം തോന്നിയ എലി എലൈസയെ സഹായിക്കാൻ തുടങ്ങി. അന്ന് രാത്രി തിരിച്ചെത്തിയ സഹോദരങ്ങൾ കാണുന്നത് എലൈസയുടെ ആശ്ചര്യകരമായ പ്രവൃത്തിയാണ്. നീ എന്താ ചെയ്യുന്നത് ലൈസ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാതിരിക്കല്ലേ, എന്തെങ്കിലും പറയൂ. എനിക്ക് തോന്നുന്നത് അവൾ എന്തോ ചെയ്യാണെന്നാ. അത് കഴിയാതെ അവൾ മിണ്ടില്ല. ഏറ്റവും ഇളയ സഹോദരൻ എലൈസയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ ഉയർത്തി നോക്കി. കഷ്ടം, മുള്ളുകൾ കൊണ്ട് കൈയാകെ തിണർത്തിരിക്കുന്നു. സങ്കടം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈവെള്ളയിലേക്ക് ഊർന്നു വീണു. അവളുടെ വേദനയ്ക്ക് ആശ്വാസമായി അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. എലൈസ ദിവസങ്ങളോളം അവളുടെ ജോലി തുടർന്നു. എലിയാവട്ടെ അവളെ കൃത്യമായി സഹായിച്ചു. ഇതിനിടെ എലൈസ ഒരു കോട്ട് നെയ്തു തീർന്നു. മറ്റൊന്നിന്റെ ജോലി തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം മുൾച്ചെടികൾ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടപ്പുറത്തായി ചില ശബ്ദങ്ങൾ അവൾ കേട്ടു. ഉടനെ ഗുഹയിലേക്ക് പോവാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ നായ്ക്കളോടൊപ്പം വേട്ടയ്ക്ക് വന്ന ചിലരെയാണ് അവൾ കണ്ടത്. എല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. സുന്ദരനായൊരു യുവാവ് കുതിരപ്പുറത്തു നിന്നിറങ്ങി എലൈസയെ സമീപിച്ചു. നമസ്കാരം, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? ഇങ്ങനെയൊരു സ്ഥലത്ത് നിങ്ങൾ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇവിടുത്തെ രാജാവാണ്. നിങ്ങൾ ദയവായി എന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരൂ. നിങ്ങൾ അവിടെ സുരക്ഷിതയായിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ പോവാതിരിക്കാൻ എലൈസയ്ക്ക് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൂര്യാസ്തമയത്തിന് മുൻപ് അവർ രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അതൊരു മനോഹരമായ കൊട്ടാരമായിരുന്നു. പക്ഷേ എലൈസയ്ക്കൊട്ടും സന്തോഷം തോന്നിയില്ല. ദിവസം പല തവണ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു, അവളുടെ സഹോദരങ്ങളെ ഓർത്ത്. രാജാവ് അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ എലൈസയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇതാ നിന്റെ സാധനങ്ങൾ, നീ തന്നെ എടുത്തോളൂ. അപ്പോ നിനക്ക് ഈ കൊട്ടാരം വീട് പോലെ തോന്നും. ആഹാ, എന്തൊരു ചിരിയാണ്! ഞാൻ വിചാരിക്കുന്നു എന്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന്. എലൈസയ്ക്ക് അവിടെ മറ്റു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും കോട്ട് നെയ്യുന്നതിൽ ശ്രദ്ധിച്ചു. അവൾ 10 കോട്ടുകൾ നെയ്തു. 11ാമത്തെ കോട്ട് നെയ്യാൻ അവൾക്കിനിയും മുൾച്ചെടികൾ ആവശ്യമായി വന്നു. കൊട്ടാരത്തിൽ നിന്നും വെളിയിൽ പോയി ശ്മശാന ഭൂമിയിൽ ചെന്ന് മുൾച്ചെടികൾ സംഘടിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ രാത്രി തന്നെ കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി ശ്മശാന ഭൂമി തിരഞ്ഞു നടന്നു. അവൾ മുൾച്ചെടികൾ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവും ഉപദേശകനും അവിടെയെത്തി. എന്താണ് നീ ഇവിടെ? ഇവിടെ നീ എന്താണ് ചെയ്യുന്നത്? മുൾച്ചെടികൾ പറിക്കുകയാണോ? എന്തിന്? വല്ല മാന്ത്രിക വിദ്യയ്ക്കും ഉപയോഗിക്കാനാണോ? എനിക്കിതിൽ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്.
ഞാനിത് തെളിയിക്കും മഹാരാജൻ. താങ്കൾ പറയുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. എന്നാലും നാളെ ഇവളെ കൊട്ടാരത്തിൽ ഹാജരാക്കട്ടെ. അവിടുന്ന് തീരുമാനിക്കാം ഇവളുടെ ശിക്ഷ എന്താണെന്ന്. മുഴുവൻ നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഇവൾ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ ആനയുടെ ചവിട്ടേറ്റ് ഇവൾ മരിക്കണം. അത്തരം രീതികളൊന്നും ഈ നാട്ടിൽ അനുവദനീയമല്ല. അവൾ നാളെ തന്നെ കൊല്ലപ്പെടണം, ഒട്ടും താമസിക്കരുത്. എലൈസയെ ഒരു ദ്വീപിലേക്ക് നാടുകടത്താൻ തീരുമാനിക്കപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയാണത്. അവൾ ഒരു കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. ഇത് തന്റെ അവസാന രാത്രിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. അവളുടെ മുഴുവൻ കോട്ടുകളും സാധനങ്ങളും അവൾക്കായി എറിഞ്ഞുകൊടുത്തു. രാജാവ് തന്നുവിട്ടതാണിത്, നിനക്ക് തണുക്കാതിരിക്കാൻ. ഇത് എനിക്ക് കിട്ടിയ അവസാനത്തെ അവസരമാണ്. പക്ഷെ അത്രയും കോട്ട് നെയ്യാൻ ഇനിയും മുൾച്ചെടികൾ വേണമല്ലോ. അപ്പോഴതാ ആ എലി ജാലകത്തിൽ വന്നു നിൽക്കുന്നു. അവൾ ഉടനെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. എലിയാവട്ടെ കൊട്ടാരത്തിനും ശ്മശാന ഭൂമിക്കും ഇടയിലോടി മുൾച്ചെടികൾ പറിച്ചെടുത്ത് എലൈസയ്ക്ക് കൊണ്ടുകൊടുത്തു. അവൾ അവസാനത്തെ കോട്ട് നെയ്യുകയായിരുന്നു. അവർ അവളെ പുറത്തു കൊണ്ടുപോകുന്നതുവരെ അവൾ ആ രഥത്തിലിരുന്ന് കോട്ട് നെയ്യൽ തുടർന്നു. 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ ആ ജോലി നിർത്തിയില്ല. 10 കോട്ടുകളും അവളുടെ കാൽ കീഴിൽ തന്നെയുണ്ടായിരുന്നു. രഥം അവൾക്കായി കാത്തുനിന്ന കപ്പലിനരികിൽ എത്തിച്ചേർന്നു. അപ്പോഴാ നിമിഷം അവൾക്ക് ഏറെ പരിചിതമായ ശബ്ദം കേട്ടു. എലൈസയുടെ നോട്ടം മുകളിലേക്ക് ഉയർന്നു. തലയ്ക്കുമീതെ 11 അരയന്നങ്ങൾ പറക്കും. അവരാ രഥത്തിന് സമീപം അവളെ സംരക്ഷിക്കാനെന്നോണമിരുന്നു. ഇതിനിടെ എലൈസ അവസാനത്തെ കോട്ടും നെയ്തിരുന്നു. അവൾ ഓരോരുത്തർക്കായി ഓരോ കോട്ടുകൾ എറിഞ്ഞുകൊടുത്തു. പെട്ടെന്ന് ആ അരയന്നങ്ങളെല്ലാം സുന്ദരന്മാരായ രാജകുമാരന്മാരായി മാറി. ഇവൾ ഞങ്ങളുടെ സഹോദരിയാണ്. ഇവൾ നിരപരാധിയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളെ രക്ഷിച്ചു. ഇനി എനിക്ക് സംസാരിക്കാം. ഞാനൊരു മന്ത്രവാദിനിയല്ല, പക്ഷേ ഒരു ശാപത്തിൽ നിന്ന് എന്റെ സഹോദരങ്ങളെ രക്ഷിച്ചു. രാജകുമാരന്മാർ സംഭവിച്ചതെല്ലാം രാജാവിനോട് പറഞ്ഞു. എലൈസയോട് അങ്ങനെ പെരുമാറിയതിൽ അദ്ദേഹത്തിന് ലജ്ജ തോന്നി. നിന്നെ സംശയിക്കേണ്ടി വന്നതിൽ എന്നോട് ദയവായി ക്ഷമിക്കൂ. നീ എന്നെ വിവാഹം കഴിക്കുമോ എലൈസ? സമ്മതം. രാജാവിന്റെ വിവാഹ വാർത്തയറിഞ്ഞ് കൊട്ടാരത്തിൽ എല്ലാവരും അതിയായി സന്തോഷിച്ചു. രാജകീയ വിവാഹത്തിൽ ആ 11 സഹോദരങ്ങളും പങ്കുകൊണ്ടു. പിന്നീട് രാജാവ് ക്യൂൻ എലൈസയോടും 11 രാജകുമാരന്മാരോടുമൊപ്പം ദുഷ്ടയായ ആ സ്ത്രീയെ പിടികൂടി കൽത്തുറുങ്കിലടച്ചു. അങ്ങനെ മഹാരാജാവ് ദുഷ്ടയായ രാജ്ഞിയിൽ നിന്നും മോചിതനായി. പിന്നീട് ഒരുപാട് കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു.